നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് നിങ്ങൾക്കിട്ട് എന്താണെന്ന് നോക്കാം. കാര്യം എന്താ വെച്ചാൽ ഇന്നത്തെ രാവിലത്തെ മെസ്സേജസിൽ ഭയങ്കര ലവിങ് മെസ്സേജസാണ് വന്നത്. അപ്പോൾ ഫീലിങ്സ് ഇന്ന് എന്താണ് അവർക്ക് തോന്നുന്നതെന്ന് നോക്കട്ടെ. ഓക്കെ, ഓം നമ ശിവായ. കിങ് ഓഫ് വാൻഡ്സ്, ഓക്കെ, കിങ് ഓഫ് കപ്സ്, ലവേഴ്സ്. വാവ്, ചുമ്മാ അല്ല, ഐ ലവ് യു, മിസ് യു ഒക്കെ വന്നിരുന്നു. 5 ഓഫ് സോർട്സ്, ഓക്കെ, 10 of Pentacles, ശരി, Ace of Wands, 2 of Wands, King of Swords, Hermit, 10 of Pentacles, please clarify. High Priestess, clarify. 2 of Wands, clarify. 2 of Wands, Empress, okay. Now clarify King of Swords. Let's start. Clarify 5 of Swords. Queen of Wands. കിങ് ഓഫ് വാൻസും ക്വീൻ ഓഫ് വാൻസും ഒരേ റീഡിങ്ങിൽ വന്നപ്പോൾ നിങ്ങളെ അവരുടെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ കാണുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ, തടസ്സങ്ങൾ എന്ത് തന്നെ ആയാലും. ഇവിടെ കിങ് ഓഫ് വാൻസ് വെച്ചിട്ട് നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ് എന്ന് തന്നെ അവർ പറയാൻ പരസ്പര അട്രാക്ഷൻ ആണ്. കാരണം കിങ് ഓഫ് വാൻസ് ആൻഡ് ക്വീൻ ഓഫ് വാൻസ് ഒരേ റീഡിങ്ങിൽ ഒന്നിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അട്രാക്റ്റഡ് ആണ്, ബഹുമാനം കലർന്ന അട്രാക്ഷനാണ്, ലവ് ഉണ്ട്. കിങ് ഓഫ് കപ്സ് ആൻഡ് ലവേഴ്സ് രണ്ടും തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട് എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ദേ വോണ്ട് ടു സേ ഐ ലവ് യു അവർ പറയുകയും ചെയ്തു ഇന്നത്തെ മെസ്സേജസിൽ. ഓക്കെ, 5 ഓഫ് സ്പോർട്സ്. തടസ്സങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും നിങ്ങളാണ് അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് അവർക്ക് വേണ്ടത് എന്ന് അവർ തീർച്ചയായും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. 10 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഹൈ പ്രിസ്റ്റസ് വെച്ച് അവിടെ ഒരു ഫാമിലിയുടെ സാന്നിധ്യം, ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം അവിടെ കാണുന്നുണ്ട്. എതിർപ്പുകൾ അവിടെ കാണുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ തന്നെ ആയാലും എതിർപ്പുകളെ മറികടന്ന് നിങ്ങൾ അവരുടെ ഒരു എംപ്രസ്, ലൈഫിലുള്ള ഒരു എംപ്രസ് ആണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം മറികടന്ന് ഒരു പുതിയ ബീനിങ് നിങ്ങളുമായിട്ട് വേണമെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ വാക്ക് തർക്കങ്ങളോ എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിലെ സ്റ്റാർ സാന്നിധ്യമാണ്. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഒന്നും അവരുടെ ലൈഫിലില്ല. അതുകൊണ്ട് തന്നെ ഒരു റീകൺസിലിയേഷനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. വഴക്ക് മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് വരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അടുത്തില്ലാതെ അവരൊരു ഒറ്റപ്പെട്ട ഫീലിങ്ങിലാണ്, നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ.